ഹലോ ഗൈസ്, നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒരു ചേട്ടനെ കണ്ടല്ലോ അല്ലേ? ഈ ചേട്ടനാണ് ഇന്നലെ, അതായത് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് KSRTC ബസ്സിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, സ്ത്രീകളുടെ അടുത്താണ് ഇയാൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി അങ്ങേ അറ്റത്ത് ആ കുഞ്ഞ് നടക്കും, അതിൻ്റെ ഇപ്പുറത്തുമാണ് ഈ കളവൻ ഇരുന്നത്. ഇയാൾ ഇരുന്നിട്ട് അയാളുടെ കൈ കൊണ്ട് ആ കുഞ്ഞിൻ്റെ നെഞ്ചിലേക്ക് കൈ അമർത്തുകയാണ്. അപ്പോൾ അത് അവിടെ നിന്ന് ഒരു എന്താ പറയുക, ബസ്സിൽ നിന്ന് തന്നെ ഒരു പയ്യൻ ആ ഒരു വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിലാണ് ഈ ഒരു വീഡിയോ വന്നത്. വഴിപോക്കൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചേട്ടനെ നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കി വെച്ചോളൂ. ഈ ചേട്ടനാണ് ഒരു ഞരമ്പ് രോഗിയാണെന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം അടുത്തിരിക്കുന്നത് ഏകദേശം ഒരു എന്താ പറയുക, ഒരുപാട് പ്രായമുള്ള പെൺകുട്ടി, അതായത് ഒരു കുട്ടിയാണ്, അല്ലാതെ അതൊരു എന്താ പറയുക പ്രായമുള്ള ഒരു സ്ത്രീ അങ്ങനെയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. ആ കുഞ്ഞിൻ്റെ നെഞ്ചത്തേക്ക് കൈ അയാൾ അമർത്തുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇയാൾക്കൊക്കെ എന്തിൻ്റെ അസുഖമാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇയാളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കുറേ അധികം ഞരമ്പന്മാരുണ്ട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇത് കൂടി വരികയാണ്. സത്യം പറഞ്ഞാൽ ബസ്സുകളിലൊക്കെ കയറുമ്പോൾ പ്രത്യേകം എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളെ പറയാനുള്ളത്, വിദ്യാർത്ഥികളാണെങ്കിൽ പോലും ഇതുപോലുള്ള ബസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ചേട്ടന്മാരല്ലെ കിളവന്മാരൊക്കെ അടുത്ത് വന്നിരിക്കുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ അടുത്തിരുത്തല്ലേ. കാരണം മാന്യമായിട്ട് വന്നിരിക്കും, എന്നിട്ട് ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യും. അയാളുടെ മുഖം കണ്ടാൽ പറയും അയാൾ ഇത്ര ഒരു വൃത്തികെട്ടവനാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കൈ കൊണ്ട് അയാൾ ആ കുഞ്ഞിൻ്റെ നെഞ്ചത്ത് അമർത്തിക്കൊണ്ടിരിക്കുക. അവസാനം ആ കൊച്ചു കൈ ഇങ്ങനെ തട്ടിയപ്പോൾ അയാൾ ജസ്റ്റ് അതൊന്ന് മാറ്റി. സത്യം പറഞ്ഞോണ്ടല്ലോ, ഇതൊക്കെ സ്പോട്ടിൽ തന്നെ ഇതിനെതിരെ പ്രതികരിക്കണം. കാരണം നമുക്കൊക്കെ മക്കൾ വളർന്നു വരുന്നുണ്ട്. നാളെ അവരുമൊക്കെ ഇതുപോലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ ബസ്സിൽ പോകേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇതുപോലുള്ള കുറേ അവന്മാരുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം കുട്ടികൾ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അവരെന്ത് ചെയ്താലും അവർ പ്രതികരിക്കില്ല, അല്ല കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയിട്ട് അയാൾ ചെയ്യുന്നതാണ്. ഇവിടെ ഒരു വേഷത്തിൻ്റെ അല്ല, ഇപ്പം നമുക്കറിയാം ഓരോ ഡ്രസ്സ് ധരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ നടന്നായിരുന്നു. ഇവിടെ ആ കുഞ്ഞെന്താ മാന്യമായിട്ടുള്ള രീതിയിലാണ് ആ കൊച്ചു ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അയാളുടെയൊക്കെ ഇതാണ് കുഴപ്പം. കാരണം ഇതുപോലുള്ള കുറേ അവന്മാരുണ്ട്. അവന്മാർക്ക് ഡ്രസ്സ് ഇല്ലാതെ വന്നാലും ഡ്രസ്സ് ഇട്ട് വന്നാലും ഒക്കെ ഇവന്മാർക്കൊക്കെ ഒരേ രീതി തന്നെയാണ്. അപ്പോൾ അത്രത്തോളം ഒരു ഞരമ്പനാണ് ഇയാളെയൊക്കെ ഉണ്ടല്ലോ. ഇയാൾക്കൊക്കെ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയെന്ന് പറയാം, ഇയാൾക്ക് അമ്മയും അല്ലെങ്കിൽ ഭാര്യയും പെൺമക്കളും ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അവരൊക്കെ ഈ ഒരു വീഡിയോ കണ്ട് ഇയാളുടെ ഈ ഒരു പ്രവൃത്തി കാണണം. അതാണ് ഇയാൾക്കൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇയാളെയൊക്കെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇയാളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? കുറച്ച് ആൾ ജയിലിലിടും, പുറത്തിറങ്ങും. ഇയാളൊക്കെ വീണ്ടും പുറത്തിറങ്ങിയിട്ട് ഇതേ രീതിയിൽ തന്നെ ചെയ്യും. ഇതുപോലെ ചെയ്യുന്നവർക്കൊക്കെ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കണം. ഒരു പക്ഷേ ആ കുഞ്ഞിന് അത് എന്താ പറയുക, കുട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിന് പ്രതികരിക്കാൻ അറിയത്തില്ലായിരുന്നായിരിക്കും. പക്ഷേ ഇത് വീഡിയോ എടുത്ത ഒരാളെന്ന് പറയുന്ന പുള്ളി പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, ആ വീഡിയോ എടുത്ത ആൾ ഇതിനെതിരെ പ്രതികരിക്കുകയാണെന്ന് വെച്ചോ, ഒരു പക്ഷേ അവിടെ നിൽക്കുന്നവരും അല്ലെങ്കിൽ ഇപ്പം ആ കുട്ടിക്ക് പരാതി ഇല്ലയെന്ന് പറയുവാണെങ്കിൽ പ്രതികരിച്ച ആൾ ആരാകും? അയാൾ എന്താ പറയുക, ശശിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്കുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ അയാളുടെ ഫേസ് ഉൾപ്പെടെ, ആ കുഞ്ഞിൻ്റെ മുഖമൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ, അയാളുടെ ഫേസ് ഉൾപ്പെടെ ആയിട്ട് ആ ചെറുക്കൻ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ എതിരെ ഇതുപോലെ ഇപ്പോൾ ബസ്സിലൊക്കെ കയറുമ്പോൾ ഇതുപോലുള്ള ചില ഞരമ്പന്മാർ ഇതുപോലെ തോണ്ടലും പിടിക്കലും ഒക്കെ ഉണ്ട്. അവർക്കെതിരായിട്ട് നമ്മൾ പ്രതികരിച്ചു എന്ന് വെച്ചു, പ്രതികരിക്കും ആ ബസ്സിലുള്ള ആരെങ്കിലും അയാളെ തല്ലിയെന്ന് വെച്ചു, പോലീസ് വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, പ്രതിയെ ആര് കൈകാര്യം ചെയ്തു, അല്ലെ പ്രതി ആരെങ്കിലും തല്ലിയോ, എന്തിൻ്റെ തല്ലി, പിന്നെ ആ പ്രതിക്കായിരിക്കല്ലേ പ്രശ്നം, തല്ലിയ ആൾക്കെതിരായിരിക്കും പോലീസ് കേസെടുക്കുന്നത്. കാരണം അങ്ങനത്തെ നിയമവ്യവസ്ഥയാണ് നമ്മളുടേത്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത്, മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ ബസ്സിൽ കയറി പോകുന്ന കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, ഇതുപോലുള്ള ഒരു രീതിയിലുള്ള എന്താ പറയുക നമുക്ക് നേരിടേണ്ടി വന്നാൽ നമ്മൾ ആ ഒരു സ്പോട്ടിൽ പ്രതികരിക്കണം. ഒന്നുമില്ലെങ്കിൽ പിന്നെ എടുത്തിട്ട് കുത്തെങ്കിലും കൊടുക്കണം. കാരണം ആ ഒരു രീതിയിലെങ്കിലും പ്രതികരിക്കാതിരിക്കുമ്പോഴത്തേക്ക് അയാൾ ആ കൈ വെച്ചപ്പോൾ തന്നെ ഒരു പക്ഷേ ആ കുഞ്ഞ് ചിലപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതാണ് ആ കുട്ടി അനങ്ങാതെ അവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇയാൾ കൈ അമർത്തിയപ്പോൾ കുഞ്ഞിന് മനസ്സിലായ കുഞ്ഞ് കൈ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നവർ ആ ഒരു സ്പോട്ടിൽ തന്നെ പ്രതികരിക്കണം. ഒരു കൈക്കിട്ടുള്ള ഇടിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നുകൊണ്ട് കുത്തി കൊടുക്കണം, പ്രതികരിക്കണം. അല്ലെങ്കിൽ ആ കുട്ടി എഴുന്നേറ്റിട്ട് പറയണം, ഇത് ഈ ചേട്ടൻ എന്നെ ഇതുപോലെ ഇങ്ങനെ ചെയ്തു എന്ന് പറയണം.
അപ്പോൾ ആ ഒരു രീതിയിൽ നടപടി ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ്. കുഞ്ഞുങ്ങളെ ആണെങ്കിൽ പോലും ഒരുപാട് എല്ലാവരും പറയും അടക്കി ഒതുക്കി മക്കളെ വളർത്തണം. ഒരുപാട് അടക്കി ഒതുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അവർക്ക് പ്രതികരിക്കാൻ അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാവും. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരാളുടെ എന്താ പറയുക ടച്ച് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ മെയിനായിട്ട് പറഞ്ഞു കൊടുക്കുക ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചും അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ നമ്മൾ ആ കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഇന്നത്തെ കാലഘട്ടം അതാണ്. കുഞ്ഞുങ്ങളെ പോലും തിരിച്ചറിയാൻ പാടില്ലാത്ത കാമക്കണ്ണുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ളവരൊക്കെ ബസ്സിൽ കയറിയല്ല എവിടെയാണെങ്കിലും ആൾ കൂടുന്നിടത്ത് ഒരു പെൺകുഞ്ഞിനെ അല്ലെ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യും. അപ്പോൾ ഇവന്മാർക്കൊക്കെ ഉള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ഇവന്മാരുടെയൊക്കെ ഫോട്ടോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇവനെയൊക്കെ സമൂഹം അറിയട്ടെ. കാരണം ഇവനെ എവിടെ വെച്ച് കണ്ടാലും ഇത് മറ്റേ പുള്ളിക്കാരനല്ലേ എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇയാളുടെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും അറിയട്ടെ ഇയാൾ ഇത്രത്തോളം ഒരു വൃത്തികെട്ട മനുഷ്യനാണെന്ന്. എന്തായാലും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇയാളുടെ ഫോട്ടോ അടങ്ങുന്ന ഈ ഒരു ഫോട്ടോ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരിലേക്കും എത്തട്ടെ. കാരണം ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുടെയൊക്കെ മുഖംമൂടി വലിച്ച് കീറിയാൽ തന്നെ വേണം. എന്തായാലും അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ള ഇതുപോലുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുക. അല്ലെങ്കിൽ ഇനി പേടിയാണെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്കാരോട് പറയുക, അല്ലെങ്കിൽ ആ ബസ്സിലുള്ള ആരോടെങ്കിലും പറയുക. പ്രതികരിക്കാതിരിക്കരുത്. കാരണം ഇത് പ്രതികരിക്കാതിരിക്കുന്നവരും ഇങ്ങനെയുള്ളവന്മാർക്ക് ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ള ത്വര കൂടത്തേ ഉള്ളൂ.